എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് മുൻ വർഷങ്ങളിൽ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ 18 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ഏതെങ്കിലും വീഡിയോ കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിച്ചു വെക്കാം. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസിൻ്റെ വ്യൂവേഴ്സ് കുറച്ച് കുറവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോട്ടോകോൾ ഹെൽപ്സ് ടു remotely log into other network system? Which protocol helps to remotely log into other network system? ടെൽനെറ്റ് ആണ്. അതായത് ഏത് പ്രോട്ടോക്കോളാണ് മറ്റുള്ള നെറ്റ്വർക്ക് സിസ്റ്റത്തിലേക്ക് റിമോട്ട്ലി ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെൽനെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് അൺലിങ്കിങ് ത്രെഡഡ് ടെക്സ്റ്റ് ബ്ലോക്സ് ഈസ് നോൺ ആസ്. ദ പ്രോസസ് ഓഫ് അൺലിങ്കിങ് ത്രെഡഡ് ടെക്സ്റ്റ് ബ്ലോക്സ് ഈസ് നോൺ ആസ്. അതായത് ത്രെഡഡ് ടെക്സ്റ്റ് ബ്ലോക്സിനെ അൺലിങ്കിങ് ചെയ്യുന്ന പ്രോസസ്സ് അറിയപ്പെടുന്ന പേര് അൺത്രെഡിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ RJ45 കണക്ടർ ദ നമ്പർ ഓഫ് കോണ്ടാക്റ്റ് പിൻസ്. RJ45 കണക്ടറിൽ നമ്പർ ഓഫ് കോണ്ടാക്റ്റ് പിൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8 ആണ്. RJ45 കണക്ടറിൽ നമ്പർ ഓഫ് കോണ്ടാക്റ്റ് പിൻസ് 8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെമ്മോ ഡാറ്റ ടൈപ്പ് ഫീൽഡ് ഈസ് യൂസ് ടു. അതായത് മെമ്മോ ഡാറ്റ ടൈപ്പ് ഫീൽഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ലോങ് ടെക്സ്റ്റ് എൻട്രീസിനാണ്. ലോങ് ടെക്സ്റ്റ് എൻട്രീസിനെയാണ് മെമ്മോ ഡാറ്റ ടൈപ്പ് ഫീൽഡ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ PS2 കീബോർഡ് കണക്ടർ ഹാസ് ഡാഷ് പിൻസ്. PS2 കീബോർഡ് കണക്ടർ എത്ര പിന്നുണ്ട്? അതായത് കീബോർഡ് കണക്ടറാണ് PS2 എന്ന് പറയുന്നത്. അതിന് എത്ര പിന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 പിന്നാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, PPD സ്റ്റാൻഡ്സ് ഫോർ. PPDൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പോസ്റ്റ് സ്ക്രിപ്റ്റ് പ്രിൻ്റർ ഡിസ്ക്രിപ്ഷൻ. പോസ്റ്റ് സ്ക്രിപ്റ്റ് പ്രിൻ്റർ ഡിസ്ക്രിപ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ടർ വർക്ക്സ് അറ്റ് ദ ഡാഷ് ലെയർ ഓഫ് OSI മോഡൽ. റൂട്ടർ വർക്ക്സ് അറ്റ് ദ ഡാഷ് ലെയർ ഓഫ് OSI മോഡൽ. 3rd ലെയറിലാണ് റൂട്ടർ. OSI മോഡലിൽ 3rd ലെയറിലാണ് റൂട്ടർ വർക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫീൽഡ് ടൈപ്പ് ഈസ് യൂസ് ടു സ്റ്റോർ പിക്ചർ ഇൻ എ ടേബിൾ. അതായത് ഒരു ടേബിളിൽ പിക്ചർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഫീൽഡ് ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. OLE ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ ഈസ് അതർവൈസ് കോൾഡ് എ. മോഡുലേറ്ററും ഡിമോഡുലേറ്ററും അറിയപ്പെടുന്ന മറ്റൊരു പേര് മോഡമാണ്. മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്വിച്ച് യൂസ്ഡ് ഇൻ DIR കമാൻഡ് ഫോർ ഡിസ്പ്ലേയിങ് ഇൻ അസെൻഡിങ് ഓർഡർ ഈസ്. അതായത് DIR കമാൻഡ് അസെൻഡിങ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള DIR കമാൻഡിൽ ഉപയോഗിക്കുന്ന സ്വിച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് ക്വാളിറ്റി ഓഫ് എ പ്രിൻ്റർ ഈസ് മെഷേർഡ് ബൈ. ഒരു പ്രിൻ്ററിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡോട്ട്സ് പെർ ഇഞ്ച്. DPI അല്ലെങ്കിൽ ഡോട്ട്സ് പെർ ഇഞ്ച്. DPIൻ്റെ ഫുൾ ഫോം ആണ് ഡോട്ട്സ് പെർ ഇഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡിസൈൻഡ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ENIAC ആണ്. ആരാണ് ENIAC ഡിസൈൻ ചെയ്തിട്ടുള്ളത്? J. Presper, Eckert and John W. Moseley. J. Presper, Eckert and John W. Moseley. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ബീയിങ്സ് ആർ referred to as Homosapiens. Which device is called Silico sapiens? ഹ്യൂമൻ ബീയിങ്സ് ഹോമോസാപ്പിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ ഏത് ഡിവൈസിനെയാണ് സിലിക്കോ സാപ്പിയൻസ് എന്ന് അറിയപ്പെടുന്നത്? ആൻസർ കമ്പ്യൂട്ടറിനെയാണ് സിലിക്കോ സാപ്പിയൻസ് എന്നറിയപ്പെടുന്നത്.
ഹ്യൂമൻ ബീയിങ്സിന് മനുഷ്യന്മാർ ഹോമോസാപ്പിയൻസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കമ്പ്യൂട്ടേഴ്സാണ് സിലിക്കോസാപ്പിയൻസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കമ്പ്യൂട്ടർ ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊലോഗാണ്. പ്രൊലോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിവൈഡ് ടു നമ്പേഴ്സ്? ഏത് ഫംഗ്ഷനാണ് രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂട്ടൻറ്റ്. QUTENT ആണ് ഈ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS Access ടു ഇൻസേർട്ട് എ യൂസേഴ്സ് വോയിസ് ഇൻ എ ടേബിൾ ഫീൽഡ് ദ ഡാറ്റ ടൈപ്പ് ഷുഡ് ബി OLE. OLE അതായത് MS Accessൽ ഒരു യൂസേഴ്സ് വോയിസ് ഒരു ടേബിൾ ഫീൽഡിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. OLE ആണ്. അപ്പോൾ OLE ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? വാട്ട് ഫീൽഡ് ടൈപ്പ് ഈസ് യൂസ് ടു സ്റ്റോർ പിക്ചർ ഇൻ എ ടേബിൾ? ഒരു ടേബിളിൽ പിക്ചർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡ് ടൈപ്പ് OLE. അതുപോലെ തന്നെ MS Excelൽ ഒരു യൂസേഴ്സ് വോയിസ് ഒരു ടേബിൾ ഫീൽഡിൽ യൂസേഴ്സ് വോയിസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പും OLE ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് മാനുഫാക്ചർ ഓഫ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്? താഴെ പറയുന്നവയിൽ ലാർജസ്റ്റ് മാനുഫാക്ചർ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സിന് അതായത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ലാർജസ്റ്റ് മാനുഫാക്ചറർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീഗേറ്റ് ആണ്. സീഗേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് URL? വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് URL? URLൻ്റെ എക്സ്പാൻഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പം URLൻ്റെ ഫുൾ ഫോം പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ URLൻ്റെ ഫുൾ ഫോമാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതുപോലെ തന്നെ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഇതുപോലെ തന്നെ ഫുൾ ഫോംസ് ചോദിക്കാറുണ്ട്. LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, MAN മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, WAN വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.